ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ പ്രഖ്യാപിച്ച ട്രംപ് തീരുമാനത്തിൽ യുഎസിന് തിരിച്ചടിയെന്ന് മുൻ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടൺ. ട്രംപിന്റെ ഭരണത്തിലുണ്ടായിരിക്കുന്ന പുതിയ തീരുവയിലൂടെ അമേരിക്കൻ സർക്കാർ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുള്ള ഇറക്കുമതിക്ക് അധിക ചുമടുകളിടുകയാണ്. ഈ തീരുമാനം ദ്വൈതബാധകളും അധിക ചെലവുമാണ് ഉൽപ്പാദകരും ഉപഭോക്താക്കളും നേരിടുന്നത്. മുൻ സുരക്ഷാ ഉപദേഷ്ടാവായ ജോൺ ബോൾട്ടൺ പറയുന്നു, ഈ നീക്കം യുഎസ് അവരുടെ വിപണിയെയും സാമ്പത്തിക അസ്ഥിരതയെയും തന്നെ ബാധിക്കുമെന്നും. കുൽഗാമിൽ ഏറ്റുമുട്ടലിൽ 2 സൈനികർ വീരമൃത്യു. ജമ്മുകശ്മീരിലെ കുൽഗാമിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഇന്ത്യയിലെ 2 സൈനികർ വീരമൃത്യു വരിച്ചു. ഭീകരരുമായുണ്ടായ തീവ്രപിടിയിൽ സൈന്യത്തിന്റെയും ദേശീയ സുരക്ഷയ്ക്കുമാണ് ഏറ്റവും വലിയ അടിയടി. ഇവരുടെ വീരതയെ സൈനികോദ്യോഗസ്ഥരും പൊതുജനങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നു. കേരളത്തിലെ 6 രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തിലെ 6 ചെറിയ രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കിയതായി പ്രഖ്യാപിച്ചു. പാർട്ടികൾ തിരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്നു കണ്ടെത്തിയതാണ് ഉത്തരവിന്റെ പിൻഭാഗം. കൂടുതൽ തിരഞ്ഞെടുപ്പ് സുതാര്യതയും അഴിമതി വിരുദ്ധ നടപടികളുമാണ് ഈ നീക്കത്തിൽ ഉദ്ദേശിച്ചത്. കോട്ടയത്ത് വൻ കവർച്ച. വയോധികയും മകളും താമസിക്കുന്ന വീട്ടിൽ 50 പവനും പണവും നഷ്ടപ്പെട്ടു. കോട്ടയത്ത് ഒരു കുടുംബവാസസ്ഥലത്ത് നടന്ന വലിയ കവർച്ചയിൽ 50 പവൻ സ്വർണം, നാണയങ്ങൾ എന്നിവ കവർന്നുപോയി. വീട്ടുകാർ രാത്രി ഉറങ്ങുവേക്കായിരുന്നു കവർച്ച നടന്നത്. പോലീസ് അന്വേഷണം ശക്തമായി നടക്കുന്നു. റഷ്യയ്ക്ക് യുക്രൈനിന്റെ പ്രദേശങ്ങൾ വിട്ടുകൊടുക്കുമെന്ന റിപ്പോർട്ട് തള്ളി സെലൻസ്കി. ഉക്രൈനിലെ സെലൻസ്കി ഭരണകൂടം യഥാർത്ഥത്തിന് വിരുദ്ധമായി റഷ്യയ്ക്ക് അവരുടെ പ്രദേശങ്ങൾ വിട്ടുകൊടുക്കുമെന്ന വാർത്തകൾ തള്ളിക്കളയുകയാണ്. ദേശീയ സുരക്ഷയും അഖണ്ഡതയും സംരക്ഷിക്കുന്നതിൽ ഉറച്ച നിലപാടാണ് അവർ അറിയിച്ചത്. ഓപ്പറേഷൻ സിന്ദൂരിന്റെ വിജയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ ഇച്ഛാശക്തി പ്രധാന കാരണമെന്ന് എയർ ചീഫ് മാർഷൽ AP സിംഗ്. ഇത്തോളമുള്ള സൈനിക ആസൂത്രണവും കേന്ദ്ര ഗവൺമെന്റിന്റെ രാഷ്ട്രീയ ഭരണവുമുള്ളത് ഓപ്പറേഷൻ സിന്ദൂരം വിജയിക്കാൻ പ്രധാന കാരണമാണ്. എയർ ചീഫ് മാർഷൽ AP സിംഗ് ഈ സംവാദത്തിൽ പ്രത്യേകിച്ചും ഭരണാധികാരികളുടെ നേതൃത്വത്തെ ശ്ലാഘിച്ചു. കൊച്ചി കുണ്ടന്നൂർ ജംഗ്ഷനിൽ കാറുമായി യുവാവിന്റെ പരാക്രമം. 15ഓളം ഇരുചക്രവാഹനങ്ങൾ ഇടിച്ചു തെറിപ്പിച്ചു. കൊച്ചി നഗരത്തിലെ കുണ്ടന്നൂർ ജംഗ്ഷനിൽ യുവാവ് നിയന്ത്രണം വിട്ട കാർ ഓടിച്ച് 15ഓളം ഇരുചക്രവാഹനങ്ങളിൽ ഇടിച്ച് അപകടം വരുത്തി. പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി. സംഭവത്തിൽ അന്വേഷണം നടക്കുന്നു. പാകിസ്ഥാൻ വിമാനങ്ങളുടെ വരുമാനത്തിൽ വൻ ഇടിവ്. 126 കോടി രൂപയുടെ നഷ്ടം നേരിടുന്നു. പാകിസ്ഥാന്റെ വിമാന സർവീസുകൾ സാമ്പത്തിക ക്ഷാമത്തിലേക്കാണ്. അടുത്ത കാലത്തുണ്ടായ ആഘാതങ്ങൾ കമ്പനിയുടെ വരുമാനത്തിൽ 126 കോടി രൂപ നഷ്ടം വരുത്തിയിട്ടുണ്ട്. അധികൃതർ ഈ സാഹചര്യത്തിൽ ജീവനക്കാരുടെ ക്ഷേമവും സേവനവുമാണ് പ്രധാനമാക്കുന്നത്. പാലക്കാട് ചിറ്റൂരിന് സമീപം വിദ്യാർത്ഥി മുങ്ങിമരണം. പാലക്കാട് ചിറ്റൂരിൽ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥി അടിയന്തരമായി മുങ്ങിപ്പോയി മരിച്ചു. രക്ഷാപ്രവർത്തികൾ നടന്നുവെങ്കിലും കുട്ടി പെരുത്തിയില്ല. കുടുംബം ദുഃഖത്തിലാണ്. എടത്വ. മുസ്ലിം ലീഗ് എല്ലാവർക്കുമുള്ള ശരീ നിയമം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുവെന്ന് SNDP നേതാവ് വെള്ളാപ്പള്ളി നടേശൻ. SNDP യോഗം പ്രസിഡന്റ് വെള്ളാപ്പള്ളി നടേശൻ ആരോപിച്ചത് മുസ്ലിം ലീഗ് ശരീ നിയമം എല്ലാവർക്കും ബാധകമാക്കുന്ന പുതിയ നിയമത്തെക്കുറിച്ച് ആലോചിക്കുന്നത് എന്നതാണ്. ഇത് മതേതരത്വത്തെയും സാമൂഹിക പ്രത്യയശാസ്ത്രത്തെയും ബാധിക്കും എന്നതാണ്. 334 ദേശീയ തല രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ രജിസ്ട്രേഷൻ റദ്ദാക്കിയതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ത്യയിലെ 334 രാഷ്ട്രീയ പാർട്ടികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രജിസ്ട്രേഷൻ റദ്ദാക്കി. തികച്ചും നിയമങ്ങൾ പാലിക്കാത്തതും മോണിറ്ററിംഗ് എത്തിയാത്തതുമാണ് കാരണം. അട്ടിമറി പാർട്ടികളെ പുറത്താക്കുകയാണ് ലക്ഷ്യം. CPM ജ്യോതിഷ വിവാദത്തിൽ പ്രതികരിച്ച് AK ബാലൻ. CPM ജ്യോതിഷകൊതിക്ക് വിവരാധിക ആർഭാടം തന്നെയാണ്. AK ബാലൻ വ്യക്തമാക്കുന്നത് പാർട്ടി അകത്തുള്ള അലക്ഷ്യങ്ങൾ പരുളിക്കൽ അനുവദിക്കില്ല എന്നാണ്. 14കാരന് മദ്യവും ലഹരി വസ്തുക്കളും നൽകിയ കേസിൽ പ്രതി ഒളിവിൽ തുടരുകയാണ്. പോലീസ് അന്വേഷണം വ്യാപകമായി നടക്കുന്നു. കുട്ടികളെ ലൈംഗിക മാനസിക പ്രയാസത്തിൽ മുങ്ങിയിട്ടുള്ള ഈ സംഭവത്തിന്റെ നടപടിക്രമത്തിൽ തന്നെ. യുക്രൈനിന്റെ പ്രദേശങ്ങൾ വിട്ടുനൽകുമെന്ന് സെലൻസ്കി. റഷ്യ, ഇന്ത്യ, ചൈന കൂട്ടായ്മയുണ്ടാകുമെന്ന് മുൻ സുരക്ഷാ ഉപദേഷ്ടാവ്. യുക്രൈനിന്റെ പ്രദേശങ്ങൾ വിട്ടുനൽകില്ല എന്നും റഷ്യ, ഇന്ത്യ, ചൈന കൂട്ടായ്മയുണ്ടാകുമെന്നും മുൻ സുരക്ഷാ ഉപദേഷ്ടാവായ സെലൻസ്കി പറയുന്നു. ഇത് അവരുടെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഹിമായത്ത് പ്രസ്താവിക്കുകയും ചെയ്യുന്നു. കരിക്കാംകുളം ഫ്ലോറിക്കാൻ റോഡിൽ 2 സഹോദരിമാർ മരിച്ച നിലയിൽ കണ്ടു. കരിക്കാംകുളം ഫ്ലോറിക്കാൻ റോഡിൽ അപ്രത്യക്ഷമായ 2 സഹോദരിമാർ മരിച്ച നിലയിലാണ് കണ്ടത്. സംഭവകാരണം വ്യക്തമല്ല. പോലീസ് അന്വേഷണം നടക്കുന്നു. തലസ്ഥാന ജില്ലയിലെ യക്ഷിയുടെ കഥ വീണ്ടും പ്രചരിക്കുന്നു.
തലയ്ക്ക് സ്വഭാവം അന്യമായ കാർമ്മിക കഥകൾ തലസ്ഥാന ജില്ലയിലെ യക്ഷിയുടെ പരമ്പരാഗത കഥ വീണ്ടും സമൂഹത്തിൽ തരംഗമാകുകയാണ്. ഓപ്പറേഷൻ സിന്ദൂരിൽ 5 പാക് യുദ്ധവിമാനങ്ങളും ഒരു വലിയ വിമാനവും തകർന്നു. ഇന്ത്യൻ വ്യോമസേനയുടെ ഓപ്പറേഷൻ സിന്ദൂരം വിജയകരമായി പാക് യുദ്ധവിമാനങ്ങൾ തകർത്തെത്തിയതായി വാർത്ത. സൈന്യത്തിന്റെ താങ്ങാനാകാത്ത പോരാട്ടവും വിജയിച്ച സോഷ്യൽ മീഡിയ പ്രതികരണവുമാണ് ഇതുശേഷണം. കഞ്ഞിക്കുഴിയിൽ വൻ കവർച്ച, 50 പവനുമാണ് നഷ്ടം. കഞ്ഞിക്കുഴിയിൽ നടന്ന വൻ കവർച്ചയിൽ 50 പവനെപ്പറ്റി റിപ്പോർട്ട്. സംഭവത്തിന് പിന്നിൽ ക്രിമിനൽ സംഘമാണെന്ന് പോലീസ് സംശയിക്കുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡോക്ടർ CH ഹാരിസിനെതിരായ നടപടി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡോക്ടർ CH ഹാരിസിനെതിരെ നിർണായക നടപടിയെടുത്തു. പുറത്തടക്കം അന്വേഷണവും മറ്റു നടപടികളും തുടർന്നു. അർജന്റീന ഫുട്ബോൾ ടീമിന്റെ കേരള സന്ദർശനം വിവാദമാകുന്നു. മെസ്സി ഈസ് മിസ്സിംഗ് എന്ന് ആരാധകർ സോഷ്യൽ മീഡിയയിൽ ട്വീറ്റ് ചെയ്യുന്നു. ആരാധകരുടെയും സംഘാടകരുടെയും പ്രതികരണം വിവിധതരം നിരന്തരം. കുൽഗാമിൽ ഏറ്റുമുട്ടലിൽ 2 സൈനികർ വീരമൃത്യു. സൈനികരുടെ ധീരതയെ സൈന്യം വിജയമാക്കി. കുൽഗാമിലുണ്ടായ ഏറ്റുമുട്ടലിൽ വീണ്ടും സൈനികരുടെ വീരതയും പുറത്താക്കിയ വിജയം സൈന്യത്തിന്റെ ശക്തിയും വ്യക്തമാക്കുന്നു. പൊതുസ്ഥലങ്ങളിൽ പരസ്യ മദ്യപാനത്തിനും തലശ്ശേരിക്കാർക്കുമെതിരെ പോലീസ് കേസ്. തലശ്ശേരിയിൽ പൊതുസ്ഥലത്ത് പ്രവർത്തിച്ചതിനെതിരെ പോലീസ് കേസെടുത്ത് നടപടി തുടങ്ങിയെന്ന് റിപ്പോർട്ട്. സാമൂഹിക നിയന്ത്രണങ്ങളും സുരക്ഷയുമാണ് പ്രധാന വേദം. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉപകരണങ്ങൾ കാണുന്നില്ലെന്നും ആരോപണമുണ്ട്. മേഖലാതല സെന്ററിൽ ഉയർന്ന നിലവാരമുള്ള ചികിത്സാ ഉപകരണങ്ങൾ കാണാനില്ലെന്ന പരാതിയുണ്ട്. നിലവിൽ മെഡിക്കൽ ഉദ്യോഗസ്ഥർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോളോ 13 സമയത്ത് കമാൻഡറായിരുന്ന ജിം ലോവൽ അന്തരിച്ചു. അപ്പോളോ 13ന്റെ മുൻ കമാൻഡറായ ജിം ലോവൽ അന്തരിച്ചു. അദ്ദേഹത്തിന്റെ ദ്വിരാഗമായ യാത്രകളും ദേശസ്നേഹം സമൂഹം ആദരിക്കുന്നു. നൂറനാട് അമ്പിളി വധക്കേസിൽ കഴുത്തിലെ കെട്ട് തെളിവായതായി പോലീസ്. വധക്കേസിൽ കഴുത്തിലെ കെട്ട് പോലീസിന് ആഗാമി തെളിവായതായി നിലവിലെ റിപ്പോർട്ട്. കേസ് വിചാരണയിൽ സുപ്രധാന അന്വേഷണം പ്രതീക്ഷിക്കുന്നു.